മോളുടെ സ്കൂൾ ഫീസ് കെട്ടണമെന്നും പറഞ്ഞ് ഓണറുടെ അടുത്ത് പൈസ ചോദിച്ച് വന്നില്ലേ? ആ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ബിജി ഒരുപാട് കഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ദേ നോക്ക്, ബിജി മോളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങുമായിരിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് കടം വാങ്ങിച്ചാ ഭാവിയിൽ അതൊക്കെ വലിയ പ്രശ്നമാവുന്നേ. അതൊക്കെ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഇരട്ടി കഷ്ടപ്പെടും. ഓൾറെഡി വലിയ മുതലാളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ നാട്ടിൽ നിന്ന് ബിജി ഇവിടേക്ക് ജോലിക്ക് വന്നത്. ഇതുപോലെ കടത്തിന് മീതെ കടം വാങ്ങിയ തനിച്ച് ജീവിക്കുന്ന പെണ്ണായോണ്ട് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാ. അതുകൊണ്ടാണ് എന്റെ കയ്യിലിരുന്ന് 50,000 ബിജിക്ക് തരാന്ന് വെച്ച് വന്നത്. ദാ ഇത് വാങ്ങിച്ചോ. എന്താ ഇതിലിത്ര ആലോചിക്കാൻ? ദാ വാങ്ങിച്ചോ. ഇതെന്തു പറ്റി? പെട്ടെന്ന് എന്തിനാ ഇങ്ങനെ 50,000 എടുത്തു തരുന്നതെന്നൊന്നും ചിന്തിക്കണ്ട. ബിജി എങ്ങനെയാണോ നിലയെ കാണുന്നത് അതുപോലെ തന്നെയാണ് ഞാനും മോളെ കാണുന്നത്. ഇല്ല സർ, പൈസയൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പൈസ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മോളെ സ്കൂളിൽ ചേർക്കുക? പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുഞ്ഞിന്റെ ഭാവി തകർക്കാൻ പാടില്ല. സർ, ആരോ ഒരു നല്ല മനുഷ്യൻ എന്റെ മോളുടെ ഫീസ് അടച്ചു. അതുകൊണ്ടാ ഈ കാശ് വേണ്ടെന്ന് പറഞ്ഞത്. എന്നാലും ആരാ വിജയത്? വിജിക്ക് അറിയുന്ന ആളാ? അത് ആരാണെന്നൊന്നും എനിക്കറിയില്ല സർ. എന്നാ ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു ദുരുദ്ദേശവും ഇല്ലാതെ ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ എന്നെ സഹായിച്ചിരിക്കാം. അങ്ങനെയാണല്ലേ? ശരി ശരി. എങ്ങനെയെങ്കിലും ഈ പൈസ ഇവളെ കൊണ്ട് വാങ്ങിപ്പിക്കണല്ലോ. സ്കൂൾ ഫീസ് അടച്ചാൽ എന്താ? ബിജി ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി വന്നതല്ലേ? ഇവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരുപാട് കാണില്ലേ? അതിന് പൈസ ആവശ്യം വരുമല്ലോ. പിന്നെ വീട്ടു ചെലവ് കാണില്ലേ? അതിന് പൈസയൊക്കെ വേണ്ടേ? തൽക്കാലം ഈ പൈസ കയ്യിൽ വെച്ചോ എന്ന് വിചാരിച്ച് ഇത് പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ബിജിയുടെ കയ്യിൽ എപ്പോഴാണോ പൈസ വരുന്നത് അപ്പൊ തിരിച്ചു തന്നാ മതി. ഇനിയിപ്പൊ തിരിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലെന്നേ. കാരണം തനിക്ക് വേണ്ടിയല്ലാതെ വേറെ ആർക്ക് വേണ്ടി ഞാൻ ചെയ്യാനാ? സർ, ദയവ് ചെയ്ത് ഈ പണം കയ്യിൽ തന്നെ വെച്ചാ മതി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ. വേണ്ടെങ്കിൽ വിട്ടേക്ക്. ശരി 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 ശരി, ദേഷ്യപ്പെടരുത്. കൂൾ കൂൾ. പിന്നെ വിജി, കടയിൽ പോകാൻ സമയമില്ലേ? ഇറങ്ങുന്നില്ലേ? ശരി ഇറങ്ങും. ഞാനും സ്കൂൾ വഴിക്കാ പോകുന്നത്. നമുക്ക് മോളെ സ്കൂളിൽ ഇറക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് കടയിലേക്ക് പോവാം. അതൊന്നും വേണ്ട സർ, എന്റെ കയ്യിൽ വണ്ടി ഉണ്ടല്ലോ, ഞാൻ വണ്ടിയിൽ വന്നോളാം. ശരിയാ ശരിയാ, എന്റെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നല്ലേ, ഞാനത് മറന്നുപോയി. എന്താന്ന് വെച്ചാൽ മോളുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത തലയിൽ കിടക്കുന്ന ആരോടെ വണ്ടി തന്റെ കയ്യിലുള്ള കാര്യം തന്നെ ഞാൻ അങ്ങ് വിട്ടുപോയി. ശരി, എന്നാ ഞാൻ അങ്ങ് ഇറങ്ങട്ടെ. എന്നാ പോട്ടെ മോളെ. അയ്യോ പോവാ. അമ്മേ, ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അമ്മ എങ്ങനെയാ ജോലി ചെയ്യുന്നേ? ഭയങ്കര ഇറിറ്റേറ്റിംഗ് അങ്കിളല്ലേ അമ്മേ? ചിലരൊക്കെ അങ്ങനെയാ. അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇഗ്നോർ ചെയ്യുന്നത് നമുക്ക് നല്ലത്. കേട്ടല്ലോ? ശരി അമ്മേ. ശ്രദ്ധിച്ച് വീഴില്ലേ? അച്ഛാ, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ ഇങ്ങനെ വീണാ പഠിക്കുന്നത്. വീണ് പഠിക്കേ? അതെ അച്ഛാ, വീണ് പഠിച്ചാലേ പഠിപ്പ് തലേ കയറുമെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് സോഫേന്റെ മേളിൽ നിന്ന് വീണ് പഠിക്കുന്നത്. വീണ് പഠിക്കാന്ന് പറഞ്ഞാ അതൊരു തമാശയാടാ. അത് തെറ്റായിട്ട് മനസ്സിലാക്കുക നീ ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഇരുന്ന് പഠിച്ചോളാം, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. സ്കൂളിൽ പോകാൻ സമയമായി. ഭക്ഷണം കഴിച്ചിട്ട് പോകണ്ടേ നമുക്ക്? സോറി അച്ഛാ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല. അച്ഛൻ വണ്ടി പോയി സ്റ്റാർട്ട് ചെയ്യേ, ഞാൻ ഇതൊന്ന് പഠിച്ചിട്ട് വന്നോളാം. A for aeroplane, B for bat, C for car, D for dog. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വല്ലതും പറ്റും നിനക്ക്? എനിക്ക് വേദനിച്ചാലും കുഴപ്പമില്ല, എന്നാലും എന്നെ ആരും ക്ലാസ്സിൽ നാണം കെടുത്താൻ ശ്രമിക്കരുത്. ആരാടാ അവള്? അവള് തന്നെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അച്ഛാ, എന്റെ ക്ലാസ്സിൽ പുതുതായിട്ട് ഒരു സാധനം വന്ന് കേറിയിട്ടുണ്ടെന്ന്. പേരാണെങ്കിൽ നിലാവുന്ന. അത് ശരി. ഇന്നലെ മിസ് ക്വസ്റ്റ്യൻ ചോദിച്ച ഉടനെ അവൾ ആൻസർ പറഞ്ഞ് ക്ലാപ്പ് മേടിച്ചെന്നെ ഫ്ലോപ്പ് ആക്കി അച്ഛാ. അതേപോലെ എനിക്കിന്ന് ക്ലാപ്പ് വാങ്ങി അവളെ ഫ്ലോപ്പ് ആക്കണം. അതെങ്ങനെ പറ്റൂടാ? അതൊക്കെ എനിക്ക് പറ്റും. പറ്റാത്ത ഒന്നും ഈ ലോകത്തിലില്ലെന്ന് അച്ഛനല്ലേ പറയാറ്.
നീ ആൻസർ പറഞ്ഞ അവക്ക് എങ്ങനെയാടാ ശിക്ഷ കിട്ടുക? ഒരു ലോജിക്കൊക്കെ വേണ്ടടാ പറയുന്നതിന്. അച്ഛനെ കാണണോ? ശരി, അച്ഛനെ ഫോണിങ് തന്നെ. ആരെയാടാ നീ വിളിക്കാൻ പോകുന്നേ? എന്നെ മിസ്സിനെയാ. എടാ കോള് പോകുന്നുണ്ട്. എന്നാ പിന്നെ അച്ഛനവരോടൊന്ന് സംസാരിച്ചു. എന്റെ മകൻ വരും. അവനാണെങ്കിൽ വീണ് പഠിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അവനോട് ചോദ്യം ചോദിക്കണം. അവൻ കൃത്യമായിട്ട് ഉത്തരം പറയുന്ന പറയ്. അതിനെക്കാട്ടും പ്രധാനമായിട്ട് നിലാന്ന് പറയുന്ന കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ പറ. മിസ് ക്വസ്റ്റ്യൻ ചോദിച്ചോടനെ ഞാൻ ആദ്യം തന്നെ പെട്ടെന്ന് എണീറ്റ് പഠിച്ചതെല്ലാം അങ്ങ് പറയും. അപ്പൊ അവള് കണ്ണു തുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അവളുടെ കണ്ണ് ബൾബ് പോലെ വലുതാവും. മിസ് അവളോട് തന്നെ ചോദ്യം ചോദിക്കണം. അവൾക്ക് ഉത്തരം കിട്ടാതെ നാണക്കേട് കൊണ്ട് അവൾ കരയണം. ഞാൻ ഷെയിം പപ്പി ഷെയിം അവളോട് പറയും. സംസാരിക്കച്ചാ. അത് പിന്നെ ഞാൻ കവിന്റെ അച്ഛനെ സംസാരിക്കുന്നത്. പറഞ്ഞോളൂ സർ. വേറൊന്നുമല്ല, കവിൻ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് ബൈഹാർട്ട് ആക്കിയിരിക്കുക. യെസ്. നിങ്ങൾ ജനറൽ നോളജിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അവനോട് ചോദിക്കേ. അവൻ നന്നായിട്ട് ഉത്തരം പറയും. ഓക്കെ സർ, ഐ വിൽ ടേക്ക് കെയർ. പിന്നെ കവിനോട് മാത്രമല്ല, നിങ്ങള് ബാക്കി എല്ലാ കുട്ടികളോടും ചോദിക്കണം. എന്താ സർ അത് മാത്രമായിട്ട് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്? അല്ല, അത് പിന്നെ ഇത് ഞാൻ ഈ ജനറൽ നോളജ് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അത് അത്യാവശ്യമല്ലേ? അല്ലേ? സിലബസിലുള്ളത് മാത്രമല്ലാതെ നോളജ് അറിഞ്ഞിരിക്കേണ്ടത് മഹത്തായ കാര്യമല്ലേ? അത് പിന്നെ അതുകൊണ്ടേ നിങ്ങൾ എല്ലാ കുട്ടികളോടും ഇതേപ്പറ്റി ചോദിക്കുക. അതിന് ആ കുട്ടികളും കൃത്യമായിട്ട് മറുപടി പറയുന്നോന്നൊന്ന് ശ്രദ്ധിക്കേ. ഇങ്ങോട്ട് വന്നേ. ഓട്ടോറിക്ഷ പോണല്ലോ, ബ്രേക്ക് ഇട്ട് പോവല്ലേ. അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. നിലയെ എണീപ്പിച്ച് ചോദ്യം ചോദിക്കുന്ന വ്യക്തമായിട്ട് പറയാം. ഓ ശരി. പിന്നെ പുതുതായൊരു കുട്ടി ക്ലാസ്സിൽ വന്ന് ചേർന്നിട്ടുണ്ടെന്ന് പറയുന്നല്ലോ, നീലാന്ന് പേരുള്ള. അതെ, പറഞ്ഞോളൂ സർ. ആ കുട്ടിയോടും ഇതുപോലത്തെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കേ. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാലേ, പെൺകുട്ടികൾക്ക് ഈ ജനറൽ നോളജ് വളരെ പ്രധാനമാണ്. മിസ്സാണിത് പറഞ്ഞു കൊടുത്തതെന്ന് ആ കുട്ടികള് അവരുടെ പേരൻസിനോട് പറഞ്ഞ് ഈ കാര്യം പ്രിൻസിപ്പാൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് നല്ല പേര് കിട്ടും. അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ ഇടയുണ്ട്, ഇൻക്രിമെന്റും കിട്ടും. അതിനു വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ഓക്കെ സർ, തീർച്ചയായിട്ടും എല്ലാവരോടും ചോദിക്കാം. ഓക്കെ മാം, താങ്ക് യു. മറക്കാതെ ചോദിക്കണേ. എന്റെ അമ്മോ, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നീ ഹാപ്പി ആണല്ലോ?